എന്റെ ചെറുപ്പക്കാരാ, ഓ എന്റെ ഉമ്മമാരെ, ഓ എന്റെ ഉമ്മമാരെ, മരിച്ചുപോയ ഉപ്പാന്റെ ഖബറിന്റെ അടുക്കൽ ഒരു ദിക്ർ പോയി ചൊല്ലുമോ? മരിച്ച ജ്യേഷ്ഠ സഹോദരന്റെ ഖബറിന്റെ അടുക്കൽ പോയി ഒരു ദിക്ർ ചൊല്ലുമോ? മരിച്ച പെങ്ങളെ ഖബറിന്റെ അടുക്കൽ പോയി ഒരു ദിക്ർ ചൊല്ലുമോ? ആ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലിയാൽ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല ഖബറിൽ വിട്ടുകൊടുക്കില്ല. അങ്ങനത്തെ ഒരു ചെറിയ ദിക്റുണ്ട്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ദിക്റാണ് ഉമ്മമാരെ. നമ്മൾ മരിച്ചാൽ അത് മക്കള് വന്ന് ചൊല്ലണോ? സാധുവായി എന്റെ പെങ്ങളെ മരിച്ചിട്ട് മാസം 4 കഴിഞ്ഞു, 6 കൊല്ലം കഴിഞ്ഞു. ആ പെങ്ങളെ ഖബറിന്റെ അടുക്കലും ഞാൻ ഈ ദിക്ർ പോയി ചൊല്ലി ഹബീബിന്റെ വാക്കല്ലേ. ജീവിതങ്ങൾ വെറുതെ പറയൂലല്ലോ. അല്ല പറഞ്ഞതല്ലേ വിധങ്ങൾ പറയൂ. അതുകൊണ്ട് ഒരൊറ്റ ദിക്ർ അത് നമ്മുടെ പള്ളി പരിസരത്ത് മറവ് ചെയ്ത് കിടക്കുന്ന നമുക്ക് പരിചയമുള്ള നമ്മുടെ ഇഷ്ടപ്പെട്ടവരെ ഖബറിന്റെ അടുക്കല് 3 തവണ ചൊല്ലിയാൽ ആ ഖബറിലുള്ള ശിക്ഷ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ഉയർത്തി കൊടുക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. اللهم بحق محمد وآل محمد لا تعذب هذا الميت. ചെറിയ പ്രാർത്ഥനയാണ്. اللهم അല്ലാഹുവേ بحق محمد صلى الله عليه وسلم ഹബീബായ നബി തങ്ങളുടെ ഹഖ് കൊണ്ട് وآل محمد صلى الله عليه وسلم നബി തങ്ങളുടെ കുടുംബത്തിന്റെ ഹഖ് കൊണ്ട് لا تعذبني ശിക്ഷിക്കല്ല അല്ലാഹ് ആദൽ മയ്യിത. ഈ ഖബറിൽ കിടക്കുന്ന മയ്യത്തിനെ നീ ശിക്ഷിക്കല്ല അല്ലാഹ്. اللهم بحق محمد وآل محمد لا تعذب هذا الميت. എന്ന ദിക്ർ 3 തവണ اللهم بحق محمد وآل محمد لا تعذب هذا الميت. ഞാൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങളൊന്ന് പഠിക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മളിവിടെ വയല് പറഞ്ഞത് റസൂലുള്ള കേൾക്കുന്നുണ്ട്, നമ്മളിവിടെ വയല് പറയുന്നത് അങ്ങ് ഉള്ളാളെന്ന പാത കേൾക്കുന്നുണ്ട്, നമ്മളിവിടെ വയല് പറയുന്നത് പരിസരങ്ങൾ മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ കേൾക്കുന്നുണ്ട്. കാരണം ഖുർആനിൽ അങ്ങ് പറഞ്ഞതാണ് ഖുൽഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു നിങ്ങളെ സമുദായത്തോട് നിങ്ങൾ പറയണോ, നിങ്ങൾ നല്ലത് ചെയ്താൽ അല്ല കാണുന്നുണ്ട്, നല്ലത് ചെയ്താൽ റസൂലുള്ള കാണുന്നുണ്ട്, നല്ലത് കണ്ടാൽ നല്ലത് ചെയ്താൽ മുഅ്മിനീങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് കാണുന്നുണ്ട് നമ്മുടെ ബന്ധുക്കൾ മുഴുവനും അവർക്ക് വേണ്ടി ദിക്റൊന്ന് ചൊല്ലണേ. നമ്മുടെ കുഞ്ഞുമക്കൾക്കൊന്ന് പഠിപ്പിക്കണോ. ഇന്ന് ഞാൻ മരിക്കോ, നാളെ മരിക്കുമോ, മറ്റന്നാള് മരിക്കുമോ എന്ന് പറയാൻ കഴിയില്ല. ഏത് സമയവും നമ്മോട് ഒത്തുനിൽക്കുന്ന മരണോ. അതേ MBS കോളേജിന്റെ സ്ഥാപക നേതാവായിരുന്ന ഡോക്ടർ അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ആ ഡോക്ടറെ കുറിച്ച് നിങ്ങൾക്കറിയോ? അബ്ദുൽ ഗഫൂർ എന്ന് പറഞ്ഞ ഡോക്ടർ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളെ ശരീരത്തിന് നിരന്തരന്ത് രോഗമുണ്ടെന്ന് നോക്കി പറയാൻ കഴിയുന്നയാളായിരുന്നു. ഒറ്റ നോട്ടത്തിന് കണ്ടു കഴിഞ്ഞാൽ അയാൾക്കത് പറയാൻ കഴിയോ? അത് അങ്ങനത്തെ ഒരു കഴിവോടുന്നയാളാണ്. അങ്ങനത്തെ അബ്ദുൽ ഗഫൂർ എന്ന് പറഞ്ഞ ഡോക്ടർ അദ്ദേഹം പറഞ്ഞ് എനിക്ക് അറ്റാക്കിന്റെ അംശമൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞയാളല്ലേ. പറഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ അറ്റാക്ക് പിടിച്ച് മരിച്ചുപോയല്ലോ. ഇങ്ങനെ ഇന്ന് കിടന്ന നാളെ സുബഹിന്റെ മുമ്പായി നമ്മൾ ആസ്വദിക്കൂലായി ആര് കണ്ടോ? അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളുള്ളൂ ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാഹ്.